കുന്തവും ലാസ്റ്റ് ചാൻസും വള്ളിക്കളസവും ഒക്കെ ഈ ഗണത്തിൽപ്പെട്ടവയാണ്. പേരുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ചില കടകൾ കാണാം. ഒരു പേരിൽ എന്തിരിക്കുന്നതെന്നാണല്ലോ. ഒരു പേരിൽ പല കാര്യങ്ങളുമുണ്ട്. കോതമംഗലത്തിനടുത്ത് കുട്ടമ്പുഴയിലെ ജോർജേട്ടൻ്റെ കടയുടെ പേര് ഫസ്റ്റ് കട ലാസ്റ്റ് കട എന്നാണ്. ജോർജേട്ട, ഈ ഫസ്റ്റ് കട ലാസ്റ്റ് കട എന്ന് പേരിടാൻ കാരണമാണ്? കുട്ടമ്പുഴ എന്ന് വരുമ്പോൾ അവസാനത്തെ കടയും കോതമംഗലത്ത് വരുമ്പോൾ ആദ്യത്തെ കടയും അങ്ങനെയാണ്. ഇതിന് അപ്പുറത്തേക്ക് കടകളില്ലായിരുന്നു അന്ന്. 28 കൊല്ലമായിട്ടില്ലായിരുന്നു. ഞാനാണ് അന്ന് ആദ്യം തുടങ്ങിയത് ഇവിടെ കട. ഈ പേരൊരു വ്യത്യസ്തമായിട്ട് ആൾക്കാർ പറയാറുണ്ട്. എല്ലാവരും പറയാറുണ്ട്. കൊല്ലം കോട്ടയം എന്നൊക്കെ വന്നവർക്ക് ഭയങ്കര പുതുമ തോന്നാറുണ്ട്. കൊല്ലത്ത് കണ്ടുമാനം കടകളുടെ പേര് ചേർത്തുള്ള സ്ഥാപനങ്ങളുണ്ടെന്നാണ്. മൂലക്കട, ചിന്നക്കട, അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെടേണ്ട മിക്കവാറും വന്ന് പിള്ളേരൊക്കെ പടം എടുത്തുകൊണ്ടുണ്ട്. എൻ്റെ അരിമ പക്ഷികളെയും അക്വേറിയം ഒക്കെ വിൽക്കാൻ അങ്കമാലിക്കാരൻ സുനിൽ തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ പേരാണ് രസകരം, ലാസ്റ്റ് ചാൻസ്. ഞാൻ കട തുടങ്ങുന്ന സമയത്ത് എല്ലാ ഷോപ്പുകളുടെയും ഒരു പരസ്യമുണ്ടല്ലോ, ഓഫറൊക്കെ വരുമ്പോൾ ലാസ്റ്റ് ചാൻസ് 1 വീക്ക് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ചാൻസ് എന്നുള്ള പേര് തന്നെ ഇട്ടു എന്നുള്ളൂ. അതാണ് അതിൻ്റെ. പിന്നെ ആ പേര് ഇട്ട് കഴിഞ്ഞപ്പോൾ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു പേരായിരുന്നു. നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം വേണമെങ്കിൽ ഇവിടെ അവസാന ചാൻസ്. അതായത് അങ്കമാലിൽ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നില്ലായിരുന്നു, അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ചെയ്തിട്ടത്. പേര് ഹിറ്റായി അല്ലേ? ആ പേര് ഹിറ്റായിരുന്നു. വള്ളികളസം പേരിപ്പോൾ അത്യാവശ്യം ഉള്ള ഒരു ഏരിയയിലും ഫുള്ള് അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ അല്ലാണ്ട് വഴി കൂടെ പോണവർ തന്നെ ഫോട്ടോ എടുത്ത് പോകാറുണ്ട്. പിന്നെ ബസ്സിൽ കുറേ പേര് നോക്കി ചിരിക്കി വായിച്ച് ചിലർ കാണിച്ചു കൊടുക്കാറുണ്ട്. കോമഡി ആയിട്ടൊക്കെ പറയാറുണ്ടല്ലോ, ഒരു വെറൈറ്റി പേരാന്നൊക്കെ. ഇനി തൃശ്ശൂരിലെത്തിയാൽ കുന്തമുണ്ട്. എന്ത് കുന്തം എന്നല്ലേ? കുന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷമിൽ കുമാർ എന്ന് പറയുക ആളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. കുന്തം എന്നുള്ള പേര് ആളുടെ കുറ്റപ്പേരാണ് ശരിക്കും. ഷമിൽ കുമാറിൻ്റെ ആളുടെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അതിനും ആൾ ഈ കുന്തം എന്നുള്ള വെച്ചിട്ടാണ് ഈ പാട്ടൊക്കെ വെച്ച് നടക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ ആളുടെ പേര് നല്ല തൽക്കാലം ആൾ ഷോപ്പിനിട്ടു. അങ്ങനെയാണ് ഈ കുന്തം എന്നുള്ള പേര് തന്നെ ഉണ്ടായിരുന്നത്. 1 രൂപ ഉണ്ടായിരുന്ന കാലത്താണ് നമ്മൾ തുടങ്ങിയത്. അന്ന് നമ്മൾ കിലോ കണക്കിനാണ് നമ്മൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്തത്. അന്നൊരു കൗതുകമായിരുന്നു എല്ലാവർക്കും ഫോട്ടോസ്റ്റാറ്റ് കിലോ കണക്കിന് കിട്ടുക എന്നുള്ളത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ പേരിന് പിന്നിലും എന്തെങ്കിലുമൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട്. ചിരിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമൊക്കെയായ വ്യത്യസ്തമായ ഓരോരോ കാരണങ്ങൾ. ആന്റണി ഗ്രിഗറിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.